നമസ്തേ. ശ്രീ വിശ്വനാഥൻ ഗുരുകുലം മായങ്കാവ് ദേവസ്ഥാന കളരി അദ്ദേഹം രചിച്ച ശ്രീമദ് വിഷ്ണുമായ പുണ്യപുരാണം എന്ന ഗ്രന്ഥത്തിലെ അധ്യായം 7 വിഷ്ണുമായ ഭഗവാന്റെ അത്ഭുത കാണിക്ക എന്ന ഭാഗത്തിന്റെ തുടർഭാഗം കേൾക്കുക. 67-ാം ദിനത്തിൽ മാണിക്യനെ സമാധാനിപ്പിക്കാൻ കണ്ടനും മറ്റും 2 പേർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. മാണിക്കിന്റെ ഭാര്യ ചക്കിപ്പെണ്ണ് അലമുറയിട്ട് കരയാൻ തുടങ്ങി. കണ്ടന്റെ ഭാര്യ ചക്കിപ്പെണ്ണിനെ സമാധാനിപ്പിച്ചു. ആ കരുണക്കടലായ മഹാമായ മായാസ്വരൂപൻ എല്ലാം അറിയുന്നു. അതിനാൽ ചക്കിപ്പെണ്ണെ, നീ എന്തിന് വിഷമിക്കണം? ഇതെല്ലാം അദ്ദേഹത്തിന്റെ ലീലകൾ മാത്രമാണ്. അതുകൊണ്ട് ഈ സമയം നീ മാണിക്കിനെ സമാധാനിപ്പിക്കുകയാണ് വേണ്ടത്. ചക്കിപ്പെണ്ണ് പറഞ്ഞു, ഞാൻ ഇന്നത്തെ ദിവസം ആഹാരമൊന്നും തന്നെ പാകം ചെയ്തിട്ടില്ല. തങ്കിപ്പെണ്ണെ, ഇവിടെ നിൽക്ക്. ഞാൻ അടുക്കളയിൽ പോയി എന്തെങ്കിലും ഒന്ന് എല്ലാവർക്കുമായി ഉണ്ടാക്കിക്കൊണ്ടുവരാം. അതൊന്നും വേണ്ട ചക്കിപ്പെണ്ണെ, അതൊന്നും ഇപ്പോൾ പറ്റില്ല. എല്ലാവരും വളരെ ക്ഷീണിതരാണ്. എന്നാൽ ഞാനും കൂടി നിന്നെ സഹായിക്കാം. തങ്കിയും ചക്കിയും അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു ഉഗ്രം സദ്യ തന്നെ ഒരുക്കി വെച്ചിരിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടുപോയി. അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എൻ്റെ പൊന്നുമായേ, വിഷ്ണുമായേ, അവിടുത്തെ ലീലകൾ ആർക്കറിയാം ഭഗവാനെ? ഇതറിഞ്ഞ എല്ലാവർക്കും അത്ഭുതവും അത്യധികം ആഹ്ലാദവും ഉണ്ടായി. അവിടെ അന്നേരം വന്നെത്തിയ എല്ലാവർക്കും അമൃത സമാനമായ ഒരു ഉഗ്രൻ സദ്യ തന്നെ വിളമ്പിക്കൊടുത്തു. അത്താഴം കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ തമ്പുരാനും കൂട്ടരും എടുത്തുകൊണ്ടുപോയ നിധികുംഭങ്ങൾ അതേപടി തന്നെ വെച്ചെടുത്തിരിക്കുന്നത് കണ്ടപ്പോൾ മാണിക്കനും ഭാര്യ തങ്കിപ്പെണ്ണും അത്ഭുതപ്പെട്ടു പോയി. നാടൊട്ടുക്ക് ഈ വാർത്ത പരന്നു. അറിഞ്ഞവർ മാണിക്കിന്റെ കുടിലിലേക്ക് വന്നെത്തി. അവിടെ വന്ന് കണ്ട ജനങ്ങളെല്ലാം ആ തങ്കവിഗ്രഹം കണ്ട് തൊഴുത് അവിടെ നിന്നു. അവിടെ വന്നവരെല്ലാം സ്വാമിക്ക് കാണിക്ക അർപ്പിക്കുകയും ചെയ്തു. നന്ദി, നമസ്കാരം. തുടർന്ന് നാളെ കേൾക്കുക.